ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ഐറ്റം ഉണ്ടാക്കണമല്ലോ. നമ്മുടെ ഇന്ന് ഒരു ഐറ്റം അല്ല, നമ്മൾ സാധാരണ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ മിനിമം ഒരു 2 വീഡിയോ എങ്കിലും എടുക്കും മിനിമം. അപ്പോൾ 2, 3, 4 ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എല്ലാം തന്നെ വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യം ചെയ്യുന്നൊരു കേക്കാണ്. അപ്പോൾ കേക്ക് പക്ഷെ നിങ്ങളിത് പല പല ദിവസങ്ങളായിട്ട് പല ഇടയ്ക്കിടയ്ക്ക് മാറി താഴത്തെ കിച്ചനും മുകളിലത്തെ കിച്ചനും ഒക്കെ മിക്സ് ചെയ്തല്ലേ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല മെമ്മറീസ് ക്രിസ്മസ് ടൈമിലാണ് അല്ലേ. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അല്ലാണ്ടും കേക്ക്സ് ഉണ്ടാക്കാം. ഇന്നത്തെ കേക്കിനൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഡേറ്റ്സ് ആൻഡ് കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. ഫ്ലേവർ മാത്രമല്ല, കോക്കനട്ടിൻ്റെ കാര്യങ്ങളും ചേർക്കും, ഡേറ്റ്സും ചേർക്കും. പക്ഷെ സാധാരണ നമ്മൾ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദയോ വീറ്റോ അതായത് ഗോതമ്പ് മാവോ പലതരം ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതും ഒരു മാവൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു പ്രോസസ്ഡ് കാര്യത്തിലാണ് ചെയ്യുന്നത്. കാര്യം ബ്രെഡാണ് നമ്മുടെ മാധ്യമം. ബ്രെഡ് എന്ന് പറഞ്ഞാലും വെറുതെ ഉണ്ടാവില്ലല്ലോ, ബ്രെഡ് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ മൈദയായിട്ടല്ല, ബ്രെഡിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു വരുമ്പോൾ അതൊരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിനെ വെച്ച് നമ്മൾ മറ്റൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രെഡ്, ഡേറ്റ്സ് ആൻഡ് കോക്കനട്ട് കേക്കാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനിങ്ങനെ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പാർട്ട് വന്നപ്പോൾ കാണിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഓൾറെഡി 4 കപ്പ് 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ 250 ml ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എല്ലാ മെഷർമെൻറ്റ്സും അതിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് 3ാമത്തെ കപ്പിൻ്റെ ഇത്ര എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡും കൂടി ഉണ്ട്, പൊടിച്ചെടുക്കുക. ടോട്ടൽ 4 കപ്സ്, അതായത് 4 സാധാരണ നമ്മുടെ നോർമൽ ബ്രെഡ് ഉണ്ടല്ലോ അത് തന്നെയാണ്. പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ആ ബൗളിൽ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. റെഡ് പൗഡർ ഇസ് റെഡി. ഇത് 3ാമത്തെ കപ്പിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ദ 3rd കപ്പ്. ഇനി 1 കപ്പും കൂടി വേണം. 4 കപ്പ് ബ്രെഡ് പൊടി ഓർ ബ്രെഡ് പൗഡർ. ഇതിപ്പോൾ ഞാൻ എഗ്ലെസ് അല്ല ചെയ്യുന്നത്, വിത്ത് മുട്ട. ആദ്യം 50 ഗ്രാം വെണ്ണ, അതിൻ്റെ കൂടെ നോക്കിക്കോളൂ, വെണ്ണ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വെണ്ണ. അപ്പോൾ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ തടിത്തവി വെച്ചിട്ട് ആദ്യത്തെ ഒരു മിക്സിങ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 ഗ്രാം എന്നുള്ളത് 100 ഗ്രാംസ് ഓഫ് ബട്ടർ ആയാലും മതി. ഞാൻ പക്ഷേ 50 ഗ്രാം ബട്ടറും ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ. മുട്ട ഇനിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മിക്സിംഗ് ഉണ്ടല്ലോ, നമ്മൾ വെണ്ണ, പഞ്ചസാര, അത് കഴിഞ്ഞ് കുറച്ച് ഓയിൽ, എഗെയിൻ വീണ്ടും ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറിൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. നല്ലൊരു കളറാണ്. പിന്നെ ഒരു പക്ഷേ വെണ്ണ മാത്രമാണെങ്കിൽ ഇത്രയും കളർ ചിലപ്പോൾ കിട്ടില്ല. ഇത് ഓയിൽ ബട്ടർ മിക്സിങ് ആയപ്പോൾ കുറച്ചുകൂടെ ഒരു വൈറ്റ് കളർ. നോക്കിക്കോളൂ, മുട്ട 4 മുട്ടയാണ് അളവ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ചേർക്കാം. എന്നിട്ട് ആദ്യത്തേത് ഒരെണ്ണം, എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ. അപ്പോൾ മുട്ടയും ചേർത്ത് നന്നായിട്ടിങ്ങനെ ഫ്ലഫിയായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1.5 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോണത് ബ്രെഡ് പൗഡർ, പിന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കാം. ഓക്കെ, 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 4 ടേബിൾ സ്പൂൺ. ആ കോക്കനട്ട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇനി എന്താണ്, അപ്പോൾ നമ്മളിനി ചേർക്കാൻ പോണത് ഡേറ്റ്സ് 1.5 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഓക്കെ, ഇത് വെറുതെ ഞാനിങ്ങനെ ആക്കിയതേ ഉള്ളൂ, കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡായി കിട്ടാൻ. അതിങ്ങനെ ഒട്ടിയിരിക്കില്ലേ, അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റായി വരും. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ 3 വലിയ സ്പൂൺ. ഓക്കെ,
അപ്പോൾ പ്രധാന കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ബ്രെഡ് പൗഡർ, അതിനോടൊപ്പം മുഴുവൻ ചേർത്തില്ല, 2-3 പ്രാവശ്യമായിട്ട് ചേർക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കണം. കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കിയും കൂടി ചേർക്കാം. ഇപ്പോൾ ലാസ്റ്റ് ബ്രെഡ് ചേർത്ത് കഴിപ്പിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയില്ലേ, ഇനി ഒരു 1/2 കപ്പ് വെള്ളം നമ്മുടെ തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇച്ചിരി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1 ടീസ്പൂൺ വരെ ആകാം എസൻസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയല്ലോ. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാമല്ലോ. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ അതൊന്നും ചേർക്കത്തില്ല. ആവശ്യം പോലെ ഡേറ്റ്സ് ഉണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ കോക്കനട്ട് ഫ്ലേവറാണ് കൊടുത്തേക്കുന്നത്. കോക്കനട്ട് ഫ്ലേവർ വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഒരു ബ്രെഡ് ടിൻ എടുക്കുക, ഇങ്ങനത്തെ. ഓക്കെ, ലോഫ് ടിൻ. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഓയിൽഡാണ്, വെണ്ണയോ എണ്ണയോ തടവ്, ഇതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിനുമുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഒരു 170-ൽ ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യണ്ടേ? ടാപ്പ് ചെയ്യാം. ഒരു ടവലിൻ്റെ മുകളിൽ വെച്ചാൽ അത്ര ശബ്ദം കുറയും. 30 ടൈംസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ 5 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റാം. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ബ്രെഡ് ടിന്നിൽ വെച്ച് ബ്രെഡ് ബേക്ക് ചെയ്തപോലെ ബേക്ക് ചെയ്യാൻ പോവാണ്. ഇതൊരു പെക്യൂലിയർ ടൈപ്പ് ഓഫ് കേക്ക് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് ഓൾറെഡി ബേക്ക്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ബേക്ക് ചെയ്ത് വന്നൊരു കാര്യത്തിൽ നമ്മൾ വീണ്ടും ബേക്ക് ചെയ്യാൻ കയറ്റുന്നു, വേറൊരു കുറേ കാര്യങ്ങളും കൂടി ചേർത്ത് പ്രോസസ്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ റീകൺസ്ട്രക്ഷനാണ് നടക്കുന്നത് അല്ലേ. റീകൺസ്ട്രക്റ്റഡ് ബ്രെഡായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങളും കൂടി ചേർന്നു. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ട് വരട്ടെ. അതിനിടയ്ക്ക് 5 മിനിറ്റ് വെയിറ്റിംഗ് ടൈം കളയുന്നില്ല. ഈ കേക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ടോട്ടൽ 45 മിനിറ്റ്സ് ആണ്. ആദ്യത്തെ അരമണിക്കൂർ 30 മിനിറ്റ്സ് 160, അതായത് ലോ ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ 160 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ, അതായത് ചെറിയ ടെമ്പറേച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സ് 180-ൽ കൊടുക്കുക. അപ്പോൾ മോൾ ഭാഗമൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഞാൻ എന്തായാലും 1/2 hour മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ ഒരു കണ്ണ് ഇവിടെ ഉണ്ടാവും. കാര്യം ഈ ഓവൻ എന്ന് പറഞ്ഞാലേ മോർഫി റിച്ചാർഡ്സിൻ്റെ ചൂട് വളരെ കൂടുതലാണ്. 160 വെച്ചാൽ പോലും 180-യുടെ ചൂട് ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 150-ക്കും താഴെയാണ്. അപ്പോൾ ഞാൻ ജനറലി പറയുകയാണ്, നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ നോക്കുക. സാധാരണ 180-ലാണ്, കറക്റ്റ് 180-ൽ വെച്ചാൽ ബേക്കായി കിട്ടുന്ന ഓവൻസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് 160-ൽ ആദ്യത്തെ അരമണിക്കൂർ വയ്ക്കുക. പിന്നെ ലാസ്റ്റ് 15 മിനിറ്റ്സ് 180, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ സാധാരണ കുക്കറിലൊക്കെ ചെയ്യുന്ന പോലെ കുക്കറിലോ ഒരു പാനിലോ വെച്ച് ചെയ്യുന്ന പോലെ ചെയ്യുക. അതും ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് ഒരു മീഡിയം ലോയിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഹൈ ആക്കുക. ആൻഡ് ലാസ്റ്റ് പാർട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 45 മിനിറ്റ്സ് അങ്ങനെ ചെയ്താൽ മതി. യെസ്, നമ്മളുടെ ബ്രെഡ് കേക്ക് ഇസ് റെഡി. ഓക്കെ, ഇതിനെ എന്ത് പേര് പറഞ്ഞു വേണമെങ്കിലും വിളിക്കാമല്ലോ. ബ്രെഡ് കേക്കായി മാറിയ കാഴ്ചയാണ്. കറക്റ്റായിട്ട് ഇതേ കളർ നോക്കി, സൈഡ്സ് എന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നൊരു പാകമാണ്. ജസ്റ്റ് ഒന്ന് കൂളായി കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി വരും. വെരി സോഫ്റ്റ്, സോ നൈസ്. ചെറിയ ക്രാക്ക് ഉണ്ട്, പക്ഷെ അത് നല്ലതാണ്. അത് നല്ല കറക്റ്റ് ബേക്കായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ബ്രെഡ് കേക്ക് ഈസ് റെഡി. നന്നായിട്ട് തണുത്തു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ ഓമനിച്ച് കൊണ്ട് നിൽക്കുന്നത്. ഡിവോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വിട്ട് വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നാലും വരും, നോക്കാം. തുറക്കട്ടെ. Let me see what is happening. Yes, nice. Okay, കൊള്ളാലോ.
നമ്മുടെ ബ്രെഡ് കേക്ക് റെഡി. നൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മറു സൈഡ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദിസ് ഈസ് ദ അപ്പർ സൈഡ്. ഓക്കെ, ബ്രെഡ് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്യാം, സ്ലൈസസ് ആയിട്ട്. എന്ത് പറയുന്നു, അതല്ലേ നല്ലത്. അപ്പോൾ ഇത് ലോഫ്റ്റിനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഷേപ്പിൽ കിട്ടും. നമുക്കിനിപ്പോൾ ലോഫ്റ്റിൻ വേണം നിർബന്ധമില്ല, ബ്രെഡ് ടിന്നോ അങ്ങനെ അല്ലെങ്കിൽ റൗണ്ടോ റെക്റ്റാങ്കിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടിന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, കട്ടിങ് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമ്മുടെ വാളുണ്ട്, വാള് വെച്ച് തന്നെയാണ്. സോഫ്റ്റ്. ഈ പുറമേ കാണുന്നൊരു ക്രസ്റ്റിനെസ് മാത്രമേ ഉള്ളൂ കേട്ടോ, അകത്തോട്ട് വെരി വെരി സോഫ്റ്റ്. അങ്ങനെ നമ്മളുടെ ബ്രെഡ് കേക്ക് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ഒരു കുക്കിംഗ് പാർട്ട് 30 മിനിറ്റ്, ഒരു 160 170 മാക്സിമം. അത് കഴിഞ്ഞിട്ട് 180 ഒരു 15 to 20 മിനിറ്റ്സ് നോക്കുക, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ. ഏതായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രെഡ് കേക്ക് ഇസ് റെഡി. ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്കൊക്കെ ചെയ്യണമല്ലോ, ക്രിസ്മസ് കേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ പകരം നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ചേർത്താലും മതി, വെറൈറ്റി ആയിരിക്കും. കഴിച്ച് കാണിക്കട്ടെ. ദേ ഈ ഒരു പീസ് തന്നെ നമുക്ക് തുടങ്ങാം. ലെറ്റ് us start with this piece. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇതിൻ്റെ ടെക്സ്ചർ കാണുന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ സോഫ്റ്റ്. ഓക്കെ, ആഹാ, വെരി നൈസ്. ആഹാ, ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വന്നപ്പോൾ എൻ്റെ ദൈവമേ, ഇതൊരു 1.5 കേക്കായി. സൂപ്പർ. ഓൺലി തിങ് ഈസ് എൻ്റെ ബേസ് കറക്റ്റായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. കമ്പിയൊക്കെ ഇട്ട് കുത്തി നോക്കി, അല്ലെങ്കിൽ ചെറിയ ഇറക്കിലിട്ട് കുത്തി നോക്കി, എല്ലാം ഉറപ്പാക്കിയിട്ട് മാത്രം ഓവനിൽ നിന്ന് മാറ്റി. ഞാനൊരു സമയം പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ 45 എന്നുള്ളത് ചിലപ്പോൾ 50 മിനിറ്റോ 60 മിനിറ്റോ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഓവൻ്റെ ടൈമിങ് വ്യത്യാസമല്ലേ, അതനുസരിച്ച്. പിന്നെ നിങ്ങൾ കുക്കറിലോ അല്ലെങ്കിൽ പാനിലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ അത് 50 to 60 മിനിറ്റ്സും വേണ്ടി വരും. എന്തായാലും 4 കപ്പ് റൊട്ടി പൊടിച്ചത് മാത്രം മതി. പിന്നെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സുഖം, പിള്ളേർക്ക് കൊടുത്താലും സന്തോഷമാവും. ഓക്കെ, നൈസ്. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. വീട്ടിലിപ്പോൾ മാവും വേണ്ട, വേറൊന്നും വേണ്ട, ബ്രെഡ് വെറുതെ നമ്മൾ ജാം തേച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ബ്രെഡിൻ്റെ ഈ രീതി ചെയ്താൽ ഇത് കഴിച്ചാലും മതി. അപ്പോൾ 2 പീസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് കഴിക്കുന്നതിന് തുല്യം, പ്ലസ് മുട്ട കഴിക്കുന്നതിന് തുല്യം. കുറേ കാര്യങ്ങളും കൂടി ചേർന്ന് വരല്ലേ, ഡേറ്റ്സ് കഴിക്കുന്നു, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മിക്സായി വരുന്നു. അപ്പോൾ ഇതെല്ലാം ചില ട്രിക്സാണ്. കേക്ക് തന്നെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രെഡ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ഫേവററ്റ് ഒരു മീഡിയമാണ് ബ്രെഡ്. പല കുക്കിങ്ങിലും ഇഷ്ടമാണ് ബ്രെഡ് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അത് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. മൾട്ടിഗ്രെയിൻ വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്താൽ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അങ്ങനെ മാറ്റങ്ങളോടുകൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്താണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റൊക്കെ തരിക. പിന്നെ ഇത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം, അത് മറ്റൊരു സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ LN വ്ളോഗ്സിലേക്ക് വരികയും ഈ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി ആൻഡ് ഒരു ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.